നമസ്കാരം. എല്ലാവർക്കും ഈശ്വരാനുഗ്രഹം കിട്ടട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവരെയും ഞാൻ ഈ വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. വേഴമാറ്റം, അത് മിഥുനൻ മിഥുനൻ രാശിക്കാർക്ക് വേഴമാറ്റം മൂലം മിഥുനൻ രാശിക്കാർക്ക് ഉണ്ടാവുന്ന കാര്യമാണ് ഞാൻ പറയുന്നത്. മിഥുനൻ രാശിയുടെ അപ്പൊ 2026 ജൂൺ 2-ാം തീയതി വെളുപ്പിന് 1:55 വേഴം തന്റെ ഉച്ചരാശിയായ കർക്കിടകൻ രാശിയിലേക്ക് സംക്രമിക്കുകയാണ്. അതായത് വേഴം നേർഗതിയിലേക്ക് വരികയാണ്. അപ്പൊ നേരത്തെ കർക്കിടകൻ രാശിയിൽ നിന്നിരുന്ന ഈ ഗ്രഹമാണ് വേഴഗ്രഹം. എന്നാൽ ആ ഗ്രഹം പുറകിലോട്ട് പോയി, അതായത് വക്രത്തിലാകി മിഥുനൻ രാശിയിലേക്ക് സംക്രമിച്ചിരുന്നു. എന്നാൽ ഇപ്പോൾ വീണ്ടും മിഥുനൻ രാശിയിൽ നിന്ന് കർക്കിടകൻ രാശിയിലേക്ക് നേർഗതിയിലേക്ക് വീണ്ടും വരികയാണ് വേഴം. ഒരു ഗ്രഹം, അതും വേഴം തന്റെ ഉച്ചരാശിയായ കർക്കിടകൻ രാശിയിലേക്കാണ് വരുന്നത്. ഒരു ഗ്രഹം ഉച്ചസ്ഥിതിയിലായാൽ അല്ലെങ്കിൽ ഉച്ചരാശിയിൽ പ്രവേശിച്ചാൽ ആ ഗ്രഹത്തിന് ഫലദാനശേഷി കൂടുമെന്നാണ് ജ്യോതിശാസ്ത്രം പറയുന്നത്. വേഴം വെറുതെ ഒരു ഗ്രഹമല്ല, വേഴം സർവേശ്വര ഗ്രഹമാണ്. വേഴം പ്രസാദിച്ചാൽ എല്ലാ ഗ്രഹങ്ങളും പ്രസാദിക്കുമെന്നാണ് ജ്യോതിശാസ്ത്രത്തിൽ പറയുന്നത്. 2026 വേഴം മാറ്റം മൂലം മിഥുനൻ രാശിക്കാർക്കുണ്ടാകുന്ന ഫലങ്ങളാണ് ഞാനിപ്പോൾ ഈ വീഡിയോയിൽ പറയുന്നത്. മിഥുനൻ രാശിക്കാർക്കുണ്ടാകുന്ന, അപ്പം മിഥുനൻ രാശിയിൽ വരുന്ന നക്ഷത്രങ്ങൾ മകീരം, മര, തിരുവാതിര, പുണർദം, മുക്കാല്. ഈ നക്ഷത്രങ്ങളാണ് മിഥുനൻ രാശിയിൽ വരുന്നത്. അപ്പം മിഥുനൻ രാശിയിൽ നിന്നും വേഴം കർക്കിടകൻ രാശിയിലേക്ക് മാറുന്നതോടെ മിഥുനക്കാർക്ക് വേഴം 2ലേക്കാണ് വരുന്നത്, 2-ാം ഭാവത്തിലേക്കാണ്. ഈ 2-ാം ഭാവം എന്ന് പറഞ്ഞാൽ ധനസ്ഥാനമാണ്. അപ്പൊ ധനസ്ഥാനത്തേക്കാണ് വേഴം വരുന്നത്. ഈ വേഴം ആരാണ്? ധനകാരകനാണ്. വേഴം ധനകാരകൻ മാത്രമല്ല കേട്ടോ, വേഴം സന്താനകാരകനാണ്, ഐശ്വര്യകാരകനാണ്, ആത്മീയകാരകനാണ് വേഴം. അപ്പോ ഈ ധനകാരകനായ വേഴം ധനസ്ഥാനത്തേക്ക് വരുന്നു. അതുകൊണ്ട് 2-ാം ഭാവത്തിലെ വേഴത്തിന്റെ സ്ഥിതി അതീവ ശുഭകരമായിരിക്കും. ആർക്ക്? മിഥുനൻ രാശിക്കാർക്ക്. ഇവരെ സംബന്ധിച്ച് സമ്പാദ്യം വർദ്ധിക്കാനായിട്ടുള്ള അവസരങ്ങൾ വരും. കാരണം ധനസ്ഥാനത്തേക്കാണ് ധനകാരം വരുന്നത്, അതുകൊണ്ടാണ്. അപ്പൊ സമ്പാദ്യം വർദ്ധിക്കും, വരുമാനം കൂടുക മാത്രമല്ല പണം ലഭിക്കാനും അത് നിക്ഷേപിക്കാനുമുള്ള സാഹചര്യങ്ങൾ ഈ രാശിക്കാർക്ക് വന്നു ചേരും. സാമ്പത്തികമായ എല്ലാ പ്രതിസന്ധികളെയും ഇവർക്ക് തരണം ചെയ്യാനും കഴിയുന്നതാണ് ഈ സമയം. സാമ്പത്തികമായി ഉന്നമനമുണ്ടാവും, സാമ്പത്തിക വളർച്ചയുണ്ടാവും. കടങ്ങളുണ്ടെങ്കിൽ അത് വീട്ടിൽ തീർക്കാൻ സാധിക്കുന്നതാണ്. അതുകൂടാതെ തന്നെ സാമ്പത്തികമായ ബിസിനസ് സംബന്ധമായ കാര്യങ്ങളിൽ സാമ്പത്തിക പുരോഗതിയും ഈ രാശിക്കാർക്ക് ഉണ്ടാവുന്നതാണ്. അപ്പൊ സാമ്പത്തികമായ എല്ലാ പ്രശ്നങ്ങളും ഇവരെ സംബന്ധിച്ച് ഈ ധനകാരൻ ധനസ്ഥാനത്ത് നിൽക്കുമ്പോൾ ഈ രാശിക്കാർക്ക് അതിനെ തരണം ചെയ്ത് മുന്നോട്ട് പോകാൻ കഴിയുന്നതാണ്. അത് സാമ്പത്തിക നേട്ടങ്ങൾ ഉണ്ടാവും എന്നർത്ഥം. ഇവർക്ക് വാക് സാമർത്ഥ്യം കൂടുന്ന ഒരു സമയവും കൂടിയാണ് ഇവരെ സംബന്ധിച്ച്. കാരണം 2 എന്നത് വാക്കിന്റെ ഭാവമാണ്, 2-ാം ഭാവം. അതുമാത്രമല്ല വിദ്യയുടെ ഭാവമാണ്. വിദ്യയുടെ ഭാവമാണ്, വാക്കിന്റെ ഭാവമാണ്, ധനത്തിന്റെ ഭാവമാണ്. അപ്പോ ഇവരുടെ വാക്കുകൾക്ക് സമൂഹത്തിൽ അംഗീകാരവും അതിലൂടെ ഇവർക്ക് പേരും പ്രശസ്തിയും കിട്ടാനായിട്ട് ഇടവരും.
ഇവരുടെ വാക്കുകൾക്ക് സമൂഹത്തിൽ ഒരു വില കിട്ടും. സംസാരത്തിലൂടെ ഇവർക്ക് മറ്റുള്ളവരെ ആകർഷിക്കാൻ കഴിയുന്ന ഒരു സമയം ഇവർക്കുണ്ടാവുന്നതാണ്. കുടുംബപരമായി നോക്കുമ്പോൾ വേടം ഇവരെ കുടുംബത്തിൽ സമാധാനങ്ങൾ ഉണ്ടാക്കുന്ന ഐശ്വര്യപൂർണമായ, അതേപോലെ തന്നെ മറ്റ് മേഖലകളിൽ, കുടുംബ സംബന്ധമായ മറ്റു മേഖലകളിലെല്ലാം ഉയർച്ച ഉണ്ടാക്കുന്ന അവസ്ഥയിലെത്തിക്കും ഈ വേടം ഇവരെ. ബന്ധുക്കൾ തമ്മിലുള്ള തർക്കങ്ങൾ പരിഹരിച്ച് ഇവർക്ക് മുന്നോട്ട് പോകാനായിട്ട് കഴിയുന്നതാണ്. ബന്ധുക്കൾ തമ്മിൽ തർക്കങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് പരിഹരിക്കാനൊക്കെ ഇവരെ സംബന്ധിച്ച് ഈ സമയം വളരെ നല്ലതാണ്. അപ്പൊ കുടുംബസുഖമുണ്ടാവും ഇവരെ സംബന്ധിച്ച്. വീട്ടിലെ മംഗളകർമ്മങ്ങൾ നടക്കാൻ ഇടവരും. മംഗളപരമായ കാര്യങ്ങൾ വീട്ടിൽ നടക്കാനായിട്ട് ഇടവരും. മക്കൾക്ക് അല്ലെങ്കിൽ സഹോദരങ്ങൾക്ക് അല്ലെങ്കിൽ ഈ ജാതകന് തന്നെയോ അല്ലെങ്കിൽ നക്ഷത്രക്കാരന് തന്നെയോ വിവാഹം നടക്കാനോ അല്ലെങ്കിൽ വിവാഹ സംബന്ധമായ കാര്യങ്ങളിൽ ഏർപ്പെടാനോ ഒക്കെ അവസരങ്ങൾ ഈ സമയത്ത് വന്നു ചേരുന്നതാണ്. ഭക്ഷണ സൗകര്യങ്ങൾ, അതായത് വീട്ടില് ഭക്ഷണത്തിനാവശ്യമായ കാര്യങ്ങൾ വന്നു ചേരും. ജീവിത സൗകര്യങ്ങൾ കൂടും. സുഖത്തിന്റെ ഒരു ഗ്രഹം കൂടിയാണ്, അതായത് കുടുംബസുഖത്തിന്റെ ഒരു ഗ്രഹം കൂടിയാണ് വേടം. അപ്പൊ കുടുംബത്തിലെ സുഖസൗകര്യങ്ങൾ കൂടുതലുണ്ടാവും. തൊഴിൽപരമായ നേട്ടങ്ങളും ഉന്നതികളും ഇവരെ സംബന്ധിച്ച് ഉണ്ടാവും. തൊഴിലിൽ നേട്ടങ്ങൾ ഉണ്ടാവും. ശമ്പള വർധനയുണ്ടാവും. ധനപരമായി ഇവരെ സംബന്ധിച്ച് ശമ്പളത്തിൽ ജോലി ചെയ്യുന്നവർക്ക് ശമ്പള വർധനയുണ്ടാവും. അല്ലെങ്കിൽ ഡെയിലി വേജസിന് ജോലി ചെയ്യുന്നവർക്കും അവരുടെ തൊഴിലിൽ വരുമാനം വർദ്ധിക്കാനും സാധ്യതയുണ്ട്. ധനമാണല്ലോ ഇവിടെ മെയിൻ പ്രശ്നം. ധനസ്ഥാനത്താണല്ലോ വേടം നിൽക്കുന്നത്, അതുകൊണ്ടാണത്. അപ്പൊ തൊഴിൽപരമായ നേട്ടങ്ങളുണ്ടാവും. പുതിയ ഉത്തരവാദിത്തങ്ങൾ ഇവർക്ക് ഏറ്റെടുക്കേണ്ടതായിട്ടും വരും. നല്ല ഉത്തരവാദിത്തങ്ങൾ ഇവരിലേക്ക് വന്ന് ചേരും. കൃഷി, അധ്യാപനം, ബാങ്കിംഗ്, നിയമവകുപ്പ് എന്നീ മേഖലകളിൽ ഇവർക്ക് പ്രവർത്തിക്കാനും അതിലൂടെ നല്ല ഒരു സുവർണകാലം ഉണ്ടാകാനും ഇവർക്ക് അവസരങ്ങൾ വന്നു ചേരുന്നതാണ്. മിഥുനം രാശിക്കാർക്ക് കഴിഞ്ഞ ഒരു വർഷമായി സ്വന്തം രാശിയിൽ നിന്നിരുന്ന വേടം മിഥുനം രാശിക്കാർക്ക് കഴിഞ്ഞ ഒരു വർഷമായി വേടം ഈ മിഥുനം രാശിയിൽ തന്നെ നിന്നിരുന്നതാണ്. അപ്പൊ ശാരീരികവും മാനസികവുമായ സമ്മർദ്ദങ്ങളും അസ്വസ്ഥതകളും ഇവർക്ക് ചിലപ്പോൾ ഉണ്ടായിട്ടുണ്ടാവും. കഴിഞ്ഞ ഈ വേടം ജൂൺ 2-ാം തീയതി കർക്കിടകൻ രാശിയിലേക്ക് പോകുന്നതിന് മുമ്പ് വേടം മിഥുനം രാശിയിലാണല്ലോ നിന്നിരുന്നത്. അപ്പൊ ഇവരുടെ ജന്മരാശിയിലാണ്, മിഥുനത്തിന്റെ ജന്മരാശിയിലാണ് നിന്നിരുന്നത്. അപ്പൊ അതുമൂലം ഈ നക്ഷത്രക്കാർക്ക് ശാരീരികമായ ബുദ്ധിമുട്ടുകളും മനോവിഷമങ്ങളും മാനസികമായ സമ്മർദ്ദങ്ങളും ഉണ്ടാകാൻ ചിലപ്പോൾ സാധ്യതയുണ്ടായിരുന്നു. അതെല്ലാം ഈ വേടത്തിന്റെ മാറ്റം കൊണ്ട്, വേടം 2-ാം ഭാവത്തിലേക്ക് മാറുന്നതോടുകൂടി അത് പൂർണ്ണമായും ഇവരിൽ നിന്നും മാറിക്കിട്ടുന്നതാണ്. 2026 ജൂൺ മുതലുള്ള കാലം മിഥുനം രാശിക്കാർക്ക് സാമ്പത്തിക ഭദ്രതയുടെയും കുടുംബ സന്തോഷത്തിന്റെയും ഒരു കാലമായിരിക്കും. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ഇവരെ സംബന്ധിച്ച്, ഈ മിഥുനം രാശിക്കാരെ സംബന്ധിച്ച് വളരെയധികം നേട്ടങ്ങൾ ഇവർക്ക് ഉണ്ടാകാൻ സാധ്യത കൂടുതലുള്ള, അതായത് ധനപരമായ കാര്യങ്ങൾ കൂടുതൽ ഇവരിലോട്ട് വന്നു ചേരുന്ന ഒരു സമയമായിരിക്കും ഈ വേഴമാറ്റം മൂലം ഈ മിഥുനം രാശിക്കാർക്ക്
ഉണ്ടാകുന്നത്. ഈ വിഷയം ഞാനിവിടെ അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്ക് നന്ദി, നമസ്കാരം. എൻ്റെ ഈ ജ്യോതിഷ പ്രോഗ്രാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഇത് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ബെൽ ബട്ടൺ അമർത്താനും മറക്കരുത്.